ഇസ്രായേലിന് തിരിച്ചടി നൽകാൻ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചേക്കുമെന്ന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ മുതിർന്ന നിയമനിർമ്മാതാവ്. ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ 20% ദിനം പ്രതി കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കടച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കും. ഇറാന്റെ ഒരു തുറപ്പുചീട്ട് തന്നെയാണ് ഹോർമുസ് കടലിടുക്ക്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്നതിനായി ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ മുൻപും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ പാർലമെന്റ് ദേശീയ സുരക്ഷാ കമ്മിറ്റി അംഗം ബെഹ്നാം സെയ്ദിയാണ് ശത്രുക്കൾക്കെതിരെ പ്രതികരിക്കാൻ ഇറാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളിലൊന്ന് ഹോർമുസ് കടലിടുക്ക് അടച്ചിടുക എന്നതായിരിക്കുമെന്ന് അറിയിച്ചത്. തെഹ്റാന്റെ സുപ്രധാന താൽപര്യങ്ങൾ അപകടത്തിലായാൽ മാത്രമേ ഇത് സംഭവിക്കൂ എന്ന് പാർലമെന്റിലെ മറ്റൊരംഗം അലി യാസ്തിക പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. വാണിജ്യ കപ്പലുകൾ ഇറാന്റെ ജലപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതായി ഷിപ്പിംഗ് വൃത്തങ്ങൾ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന് തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ പ്രതികരിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ മാർഗങ്ങൾ ഉപയോഗിക്കുമെന്നും ബെഹ്നാം സെയ്ദി മെഹർ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. എന്നാൽ ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾ അപകടത്തിലാകാത്തിടത്തോളം ഹോർമുസ് കടലിടുക്കിലും ഗൾഫിലും സ്വതന്ത്ര ഷിപ്പിംഗ് തുടരുമെന്നാണ് അലി യാസ്തിക പറയുന്നത്. സയനിസ്റ്റുകളെ പിന്തുണച്ച് അമേരിക്ക യുദ്ധത്തിൽ പങ്കാളികളാകുകയാണെങ്കിൽ അവരുടെ എണ്ണ വ്യാപാരത്തിന്റെ സുഗമമായ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ഇറാന്റെ ന്യായമായ അവകാശമാണെന്നും യാസ്തിക ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേലിനെ പിന്തുണച്ച് ഒരു രാജ്യവും ഇറാനെതിരെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹോർമുസ് കടലിടുക്ക് അരക്ഷിതമാക്കാൻ ഇറാന് ഡസൻ കണക്കിന് മാർഗങ്ങളുണ്ടെന്ന് ഞങ്ങളുടെ ശത്രുക്കൾക്ക് നന്നായി അറിയാമെന്ന ഭീഷണി കൂടി മുഴക്കുന്നുണ്ട് യാസ്തിക. അയവില്ലാതെ ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ മുന്നോട്ടു പോകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഈ കടലിടുക്കിലേക്കാണ്. ഇറാന് വടക്കും അറേബ്യൻ ഉപദ്വീപിന് തെക്കുമായി സ്ഥിതി ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് ഒരു നിർണായക ചരക്ക് കടത്ത് മാർഗമാണ്. ലോകത്തിലെ LNG വ്യാപാരത്തിന്റെ ഏകദേശം 20%, ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ വലിയൊരു ഭാഗവും ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. സൗദി അറേബ്യ, UAE, ഇറാഖ്, കുവൈത്ത് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന എണ്ണ കയറ്റുമതി പാത കൂടിയാണിത്. ഈ കടലിടുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും 33 കിലോമീറ്റർ അഥവാ 21 മൈൽ വീതിയേ ഉള്ളൂ. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയെ ബാധിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് വിദഗ്ധർ മുന്നേ തന്നെ നൽകിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ പ്രതികാരം ചെയ്യുമെന്നതാണ് ഏറ്റവും വലിയ വിപണി ഭയം. സംഘർഷം തുടർന്ന് ഇതുവരെ ഏതാണ്ട് 13% വരെ എണ്ണവില ഉയർന്നിരുന്നു. സമീപകാലത്തെ ഏറ്റവും വലിയ വർധനവായിരുന്നു ഇത്. പേർഷ്യൻ ഗൾഫിലുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങൾക്ക് ഈ പാതയിലൂടെയല്ലാതെ സമുദ്രത്തിലേക്ക് പ്രവേശിക്കാനാവില്ല എന്നതാണ് ഇറാന്റെ ബലം. ഹോർമുസ് കടലിടുക്കിനും അതുവഴി കടന്നുപോകുന്ന കപ്പലുകൾക്കുമേലും ഇറാന്റെ നിയന്ത്രണമുണ്ട്. ഹോർമുസ് അടയ്ക്കുക എന്ന സമ്മർദ്ദ തന്ത്രം ഇറാൻ സ്വീകരിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും വലുതായിരിക്കും.